വ്യോമതാവളങ്ങൾ സമ്പൂർണ്ണമായി തകർന്നതോടെ വെടിനിർത്തലിന് കേണപേക്ഷിച്ചുവെന്ന് പാക് ഉപപ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തൽ. ഉപപ്രധാനമന്ത്രി ഇഷക് ദാറിൻ്റേതാണ് ഈ വെളിപ്പെടുത്തൽ. പാകിസ്ഥാന്റെ സൈനിക നീക്കം അവസാനിപ്പിച്ചാൽ വെടിനിർത്തലിന് തയ്യാറെന്ന് എസ് ജയശങ്കറും അറിയിച്ചിരുന്നു. മധ്യസ്ഥതയ്ക്ക് സൗദി അറേബ്യ സമീപിച്ചുവെന്നും ദാർ തുറന്നു പറഞ്ഞു. ഭാരതത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ 2 സുപ്രധാന വ്യോമതാവളങ്ങളാണ് തകർന്നത്. ഈ 2 വ്യോമതാവളങ്ങൾ തകർന്നതോടെ തിരിച്ചടിക്കാനും നിലനിൽക്കാനും സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തുകയായിരുന്നു. ഇത്തരം സങ്കീർണമായ സാഹചര്യത്തിൽ ഭാരതവുമായി വെടിനിർത്തൽ ചർച്ചയിലേക്ക് നീങ്ങുകയായിരുന്നു എന്നാണ് പാകിസ്ഥാൻ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഇഷക് ദാറിന്റെ വെളിപ്പെടുത്തൽ. അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ചെങ്കിലും നേരിട്ട് സംസാരിക്കണമെന്ന നിർദ്ദേശമാണ് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദേശകാര്യ മന്ത്രാലയങ്ങൾ തമ്മിൽ ബന്ധപ്പെടുകയായിരുന്നു. തുടർന്ന് ഈ വിഷയത്തിൽ ഇടപെടുകയും നിർത്തിവെച്ച ഹോട്ട്ലൈൻ പുനഃസ്ഥാപിക്കുകയും ചെയ്തു. തുടർന്നാണ് DGMOമാർ തമ്മിൽ ചർച്ചകളിലേക്ക് കടന്നത്. പാകിസ്ഥാന് വലിയ തോതിൽ ആഘാതം സംഭവിച്ചു എന്ന് തുറന്ന് സമ്മതിക്കലാണ് ഉപപ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മധ്യസ്ഥ ശ്രമങ്ങൾ ഉണ്ടായില്ല എന്ന ഭാരത പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റിനോട് ഉറച്ച നിലപാട് അറിയിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് പാക് ഉപപ്രധാനമന്ത്രിയുടെ നിലപാട് പുറത്തു വരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.